എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹത്തോടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന റെസിപ്പിയിലേക്ക് ഈ ഒരു ഇല നൽകുന്ന ഒരു സ്വാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് വഴിയേ നോക്കാം. അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് നമ്മളെ ദഹന പ്രശ്നങ്ങൾ മാറ്റാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള പ്രോബയോട്ടിക് ഡ്രിങ്കാണ് കേട്ടോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് തൈരാണ്. തൈരിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാം, എന്നാലും ഒന്നുകൂടി പറയുകയാണ്. ദഹനത്തിന് സഹായിക്കുന്ന നല്ല ബാക്ടീരിയകളുടെ കലവറയാണ് നമ്മളുടെ തൈര്. അപ്പോൾ ഈ തൈര് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു ഡ്രിങ്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്, അത് ആവശ്യത്തിന് എടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ പച്ചമുളക് എടുക്കുക കേട്ടോ. പച്ചമുളകൊക്കെ എല്ലാവരുടെയും എരിവിനനുസരിച്ച്, എരിവ് കുറച്ച് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതുപോലെ കുറച്ച് എടുത്താൽ മതി. അപ്പം ഞാനിവിടെ കാന്താരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്, ചെറിയ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കുന്ന രീതി കൂടി ഒന്ന് കാണണം. പിന്നെ ഈ ഒരു എന്താ പറയുക, പച്ചമുളകൊക്കെ എരിവ് കുറച്ച് മതി എന്നുള്ളവർ അത്ര തന്നെ കുറച്ചെടുത്താൽ മതി. പിന്നെ എത്രത്തോളം എമൗണ്ട് എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ സ്വാദിനനുസരിച്ചാണ് ഈ അളവൊക്കെ എടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ചെറുനാരങ്ങയുടെ ഇല കേട്ടോ. അപ്പോൾ ഈ ചെറുനാരങ്ങേൻ്റെ ഇല ഈ ഡ്രിങ്കിന് നല്ലൊരു എന്താ പറയുക സ്വാദ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അത്യാവശ്യം നല്ല പുളിയുള്ള നല്ല തൈര് എടുക്കാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് പുളി കൂടണ്ട. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. ഒരു മിക്സീൻ്റെ ജാറിലേക്ക് അത്യാവശ്യം നല്ല പുളിച്ച നല്ല കട്ട തൈരാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമ്മളൊന്ന് അടിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. കാരണം ഇത് മോര് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ മോരാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ടൈമിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട, കട്ട തൈരാണ് ചേർത്ത് കൊടുത്തുള്ളത്. അത് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം തന്നെ നമ്മളൊരു ഇടികല്ലിലേക്ക് ഞാൻ എടുത്തിട്ടുള്ള ഇവിടെ നാരങ്ങേൻ്റെ ഇലയാണ് കേട്ടോ, ചെറുനാരങ്ങേൻ്റെ ഇലയാണ്. അപ്പോൾ അത് ഞാനിവിടെ ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. 5 ഇലയാണ് എടുത്തത്, വളരെ ചെറിയ ഇലയാണ്. അപ്പോൾ അത് വലിയ ഇലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഇലയൊക്കെ വലുപ്പമുള്ള ഇലയാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. പിന്നെ അതിൻ്റെ തൂമ്പെടുക്കാനായിട്ട് ഒരുപാട് മൂത്ത ഇലയല്ല, അത്യാവശ്യം ഒരു ഇളയ ഇല എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനൊരു 5 ഇലയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങ് അരച്ച് കലക്കി എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയുടെ ഒരു പീസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതും നല്ല രീതിക്ക് തന്നെ ചതച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തൈരിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. നല്ല എന്താ പറയുക, നമ്മുടെ ശരീരത്തിനും വയറിനും ഒക്കെ നല്ല തണുപ്പ് നൽകാനും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയൊക്കെ ദഹനം വളരെ സുഗമമാക്കാനൊക്കെ വേണ്ടിയിട്ട് തൈര് നല്ല ഗുണം ചെയ്യുന്ന ഒന്നാണ്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഞാനിവിടെ തൈരിൻ്റെ എമൗണ്ട് കൂടുതൽ എടുക്കുന്നതുകൊണ്ട് തന്നെ അതിലേക്ക് ഒരു 10-15 കാന്താരി മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു എരിവ് നിങ്ങൾക്ക് എത്രത്തോളം എമൗണ്ടാണ് എടുക്കുന്നത്, കുറവാണെങ്കിൽ അതിനനുസരിച്ച് കുറവെടുത്താൽ മതി കേട്ടോ. അതൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്ന പോലെ നിങ്ങൾ എടുക്കുന്ന അളവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും ഇതേ കല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് എന്താ പറയുക, നമ്മൾ ഈ ഒരു ഉള്ളി ഉണ്ടല്ലോ, ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 6 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഈ 6 ഉള്ളി നമ്മൾ ചതച്ചെടുക്കുന്നില്ല കേട്ടോ. ചതച്ചെടുക്കുന്നില്ല എന്ന് വെച്ചാൽ ഇത് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ക്രഷ് ചെയ്തിടുവാണെങ്കിൽ ഒരു എന്താ പറയുക, ഈ ഉള്ളി കുറച്ച് നേരം തൈരിൽ കിടക്കുമ്പോഴത്തേക്ക് ഈ തൈരിന് ഒരു എന്താ പറയുക ഇച്ചിരി കേടായൊരു ടേസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു ടിപ്പാണ്. അത് ഉള്ളി ഒറ്റ തവണ പോലും നിങ്ങൾ ഇതിലേക്ക് ആദ്യമേ ചതച്ചെടുക്കരുത്. ആ ഉള്ളീൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുടിക്കാൻ നേരത്തെ മാത്രം ചതച്ച് ചേർത്താൽ മതി. അല്ലാതെ ചതച്ച് നമ്മളിങ്ങനെ കുടിക്കാനായിട്ട് മാറ്റി വയ്ക്കുന്ന ഡ്രിങ്കിൽ ഇത് ചേർക്കരുത് ഉള്ളി കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ കുടിക്കാൻ നേരത്ത് അരിഞ്ഞിട്ട് അതിൻ്റെ മേലെ അല്ലെങ്കിൽ ചതച്ചിട്ട് നമ്മൾ എടുക്കുന്ന ഗ്ലാസ്സിലേക്ക് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ നേരം കൊണ്ട് ചതച്ചെടുത്തപ്പോഴത്തേക്കും മിക്സിയിലേക്ക് നമ്മളെ കട്ടി തൈര് ഒഴിച്ചിട്ട് നമ്മളൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കാരണം അതിലെ കട്ടിയൊക്കെ മാറ്റി ഒന്ന് മോരാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടോ, അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഉപ്പൊക്കെ വളരെ കുറച്ച് തന്നെ അളവിട്ട് കൊടുത്താൽ മതി. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ എരിവ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയുവാണ്, എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ അത്യാവശ്യം നല്ല കുറച്ചധികം എമൗണ്ട് തോനെ എടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാന്താരി എടുത്തത്. എന്നാലും ഒരുപാട് എരിവ് മുന്നിട്ട് നിൽക്കുന്ന അങ്ങനെയൊന്നുമല്ല. അതൊന്നും അത്ര എരിവൊന്നും മുന്നിട്ട് നിൽക്കുന്ന വിധത്തിലല്ല നമ്മൾ ചെയ്യേണ്ടത്. ലൈറ്റായിട്ട് എരിവ് മതി. നല്ല എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക.
അപ്പോൾ ഞാനിത് ഇവിടെ ചതച്ചിട്ടുള്ള ഇഞ്ചിയും നാരങ്ങയുടെ ഇലയും കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മളുടെ കാന്താരി മുളകും ഒക്കെ ചതച്ചതും കൂടി ഈ ഒരു മോരിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ആവശ്യത്തിന് അളവ് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരിക്കലും ഈ ഒരു കൺസിസ്റ്റൻസിയിലല്ല കുടിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് തിളപ്പിച്ചാറിയ വെള്ളമാണ്, ചൂടുവെള്ളം അല്ല ചേർക്കുന്നത്, തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർക്കുന്നത് കേട്ടോ. ആവശ്യത്തിന് ഇത് നന്നായിട്ട് എന്താ പറയുക ലൂസാക്കണം കേട്ടോ. നല്ല രീതിയിൽ ലൂസാക്കിയിട്ടാണ് ഇത് നമ്മൾ കുടിക്കുന്നത്. ഇതണ്ട നല്ല രീതിയിൽ ഇപ്പോൾ ലൂസാക്കി ഇതണ്ട. ഇനി വേണമെങ്കിൽ അരിച്ചെടുക്കാം. ഈ കറിവേപ്പിലയൊക്കെ കടിക്കുന്നൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇത് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. നമുക്കറിയാം നമ്മുടെ ദഹന പ്രശ്നങ്ങൾ മാറാനും നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ വളരെ നല്ല ഒരു ഡ്രിങ്കാണിത്. പിന്നെ നമ്മുടെ ശരീരത്തിന് വയറിൻ്റെ നല്ല ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ദഹനത്തിന് സഹായിക്കുന്ന നല്ല ബാക്ടീരിയകളെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ തൈര് ഒരുപാട് നല്ലതാണ്. നമ്മുടെ ദേഹത്തിന് തണുപ്പ് നൽകാൻ ഇപ്പോൾ വളരെയധികം ചൂട് കൂടുതലുള്ളൊരു കാലഘട്ടത്തിലാണ് ഭയങ്കര ചൂടാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്തുകൊണ്ടും നല്ലൊരു ഡ്രിങ്കാണ്. എല്ലാവരും തന്നെ തയ്യാറാക്കിയിട്ട് കുടിക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് രൂപത്തിൽ അറിയിക്കാനും പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമായിരിക്കും പുതിയ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അതേ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ട് ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ ലാസ്റ്റ് മിനിറ്റ്സിൽ മാത്രമാണ് ഇതിലേക്ക് ഉള്ളി ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒത്തിരി പേരുള്ളത് കൊണ്ട് തന്നെ ഇപ്പം തന്നെ ഇത് കഴിയും, എല്ലാവരും കുടിച്ച് തീർക്കും. എന്നാൽ നമ്മളത് കലക്കി ഒരു ദിവസം മൊത്തം എടുത്ത് വെച്ചിട്ട് അങ്ങനെ കുടിക്കാനാണെന്നുള്ളവരാണെങ്കിൽ ചെറിയുള്ളി കുടിക്കാൻ നേരത്ത് മാത്രം ചതച്ച് ചേർത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രിങ്കിന് ഒരു ടേസ്റ്റിന് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു ഫോർ വാച്ചിങ്.